ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അയവ് വരുത്താൻ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചു. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമവുമായി രംഗത്തുണ്ട്. വിശദാംശങ്ങളുമായി ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ഈ വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലിൽ അവർ വലിയ ആശങ്ക പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരതം വളരെ കൃത്യമായ ഒരു നിലപാട് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനവും ഇനി യുദ്ധമായി കണക്കാക്കും. ആ രീതിയിലായിരിക്കും ഭാരതത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്? അവർ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ? നീലിമ, ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര ഇടപെടൽ എന്ന് പറയുന്നത് കൃത്യമായ ഇടപെടൽ, അതായത് ഭാരതവുമായുള്ള നയതന്ത്ര രീതികളുടെ നയതന്ത്ര ബന്ധങ്ങളുടെ അതേ സമാനമായ രീതിയിൽ തന്നെ നയതന്ത്ര ബന്ധം തുടരുക എന്ന നീക്കമാണ് ലോകരാഷ്ട്രങ്ങളുടെ അതുപോലെ തന്നെ അനുബന്ധ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഈ ആക്രമണങ്ങൾ നടക്കുന്ന വേളയിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച വേളയിലും അതിന് തൊട്ടടുത്ത ദിവസം ഒക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന വേളയിലുമെല്ലാം തന്നെ ഏറ്റവും സുപ്രധാനമായൊരു നീക്കം നടന്നിരുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നാണ്. എസ് ജയശങ്കറിൻ്റെ കൃത്യമായ നിലപാട്, എസ് ജയശങ്കർ പറയുന്നത് ഈ രീതിയിലുള്ള, അതായത് എല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധം കൃത്യമായി നിലനിർത്തുകയും തീവ്രവാദത്തിനെതിരാണ് തങ്ങളുടെ നിലപാടെന്ന് കൃത്യമായി ഓരോ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമാന്തരമായ നയതന്ത്ര നീക്കം, യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ സമാന്തരമായി അതേ സമയത്ത് തന്നെ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യവും എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വളരെ കൃത്യമായി വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ US-ൻ്റെ ഇടപെടലുണ്ടായിരുന്നു. US-ൻ്റെ ഇടപെടൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ആവശ്യമെങ്കിൽ തന്നെയാലാവുന്നത് ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അറിയിച്ചത്. അതുതന്നെ ഇന്ന് അവസാനം മാർക്കോ റൂബിയോയുടെ വാക്കുകളിലും അത് തന്നെയാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. മാർക്കോ റൂബിയോ പറയുന്നത് ഇത്തരത്തിൽ മാധ്യസ്ഥത്തിന് സാധ്യമെങ്കിൽ ശ്രമിക്കാം, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായി ഇൻഡയറക്റ്റ് ചർച്ചകളാകാമെന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ കൂടി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് ആവാൻ തയ്യാറല്ല എന്ന നിലപാട്. അതുതന്നെയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു നയതന്ത്ര നിലപാട്. ഭാരതവും പാകിസ്ഥാനും പ്രത്യേകിച്ച് കാശ്മീരുമായുള്ള വിഷയത്തിൽ ഒരു തരത്തിലുള്ള മൂന്നാം കക്ഷിയുടെ ഇടപെടലും ആവശ്യമില്ല എന്ന നിലപാടാണ് ഭാരതത്തിൻ്റേത്. അപ്പോൾ ഭാരതത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ഭാരതം തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ ആക്രമണങ്ങൾ നടത്തുകയും തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ തീവ്രവാദ വിരുദ്ധ നീക്കത്തോടൊപ്പം നിൽക്കുക, അതല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സഖ്യത്തിൻ്റെ മുന്നണി പോരാളിയോടൊപ്പം നിൽക്കുക എന്നൊരു നിലപാട് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ വാർത്തയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മാർക്കോ റൂബിയോ ഈ കാര്യത്തിൽ എടുത്ത നിലപാടുകളും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളും ഭാരതത്തിൻ്റെ ഈ കൃത്യമായ നിലപാടിനൊപ്പമാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം തന്നെയാണ് ഏത് ഭീകര ആക്രമണത്തിനുള്ള നീക്കങ്ങളും ഭീകരാക്രമണവും ഒരു യുദ്ധത്തിൻ്റെ കാരണമായി തന്നെ കണക്കാക്കുമെന്ന കൃത്യമായ നിലപാട് ഇപ്പോൾ ഭാരതം അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഉന്നത സൈനിക നേതാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ ചർച്ചകൾക്ക് ശേഷം ഇത്തരത്തിൽ നീക്കത്തിൽ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അക്കാര്യത്തിലും ഒരു വ്യക്തത ഭാരതത്തിനുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നടന്നത് ഒരു തീവ്രവാദ ആക്രമണമാണ്. തീവ്രവാദികൾ അതിർത്തി കടന്നെത്തി പഹൽഗാമിൽ ഒരു ആക്രമണം നടത്തി. സ്വാഭാവികമായും അതിർത്തിക്കപ്പുറത്ത് നിന്ന് തീവ്രവാദത്തെ നറിഷ് ചെയ്ത അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്ത കേന്ദ്രങ്ങളെയെല്ലാം തന്നെ ആക്രമിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമായി നടത്തിയപ്പോൾ ഭാരതത്തിനെതിരെ യുദ്ധസന്നാഹങ്ങളുമായി പാകിസ്ഥാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ടെററിസത്തെ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. വെടിനിർത്തലിന് ധാരണ എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ ട്വീറ്റിൽ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. രാത്രിയിലുടനീളം നടന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി എ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇക്കാര്യത്തിൽ സമ്മതം ഉണ്ടായിരിക്കുന്നു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് എക്സിൽ കുറിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ചാണ് ഐസൺ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ എക്സ്പോസ്റ്റ് അവസാനിക്കുന്നത്. എങ്ങനെ കാണാം ഈ കാര്യങ്ങളെ?
നീലിമ, തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഭാരതത്തിനെതിരെ നടന്ന ആക്രമണത്തെ ആദ്യമായി അപലപിച്ച രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അമേരിക്ക ഭീകരവിരുദ്ധ നിലപാടുകളോട് ശക്തമായ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്ന കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ട്രംപ് അക്കാര്യം കൃത്യമായി അറിയിക്കുകയും അത് ഭാരതത്തോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് പല വിഷയങ്ങളും, അതായത് അതിശക്തമായ ട്രംപിന്റെ വാക്കുകൾ നമുക്ക് ഒന്ന് കണ്ടുപോകാം. After a long night of talks mediated by the United States, I am pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. Congratulations to both countries on using common sense and great intelligence. Thank you for your attention to this matter. എന്ന് മൂന്ന് വാചകങ്ങൾ കുറിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള സൂചന മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സമാധാനകാംക്ഷികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണിത്. പക്ഷേ എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ പ്രതികരണം എന്നത് വരാനിരിക്കുന്നതേയുള്ളൂ. ഈ മണിക്കൂറിൽ നമുക്ക്, ഈ നിമിഷം അങ്ങനെയല്ലേ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുകയുള്ളൂ. ഐസൻ, തീർച്ചയായും ഭാരതത്തിൻ്റെ ഇക്കാര്യത്തിലൊരു പ്രതികരണം തീർച്ചയായും ഇപ്പോൾ ട്രംപ് ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഏതാണ്ട് അനുകൂലമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭാരതം എടുത്തു പറയേണ്ടത്, ഭാരതം ഇത്തരത്തിലൊരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല, ഭാരതം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളും ഈ ഓപ്പറേഷൻസ് എല്ലാം തന്നെ വളരെ കൃത്യമായി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുന്നതിനെ ഒരു തരത്തിലും ഭാരതത്തിന് എതിർപ്പില്ല. ഈ സംഘർഷം സങ്കീർണമാക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മറുപടികളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വാഭാവികമായും ഈ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന ട്രംപിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും വ്യക്തമായൊരു ഇടപെടൽ മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മാർക്കോ റൂബിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായും എല്ലാവരുമായി തന്നെ സംസാരിക്കുകയും ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് കൃത്യമായി ഒരു നിലപാട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ ഫുൾ ആൻഡ് കംപ്ലീറ്റ് സീസ് ഫയർ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിലേക്ക് ഭാരതം പോകുകയാണെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സീസ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയുള്ള വെടിനിർത്തൽ, അതിർത്തിയിലുടനീളമുള്ള വെടിനിർത്തൽ കൃത്യമായി നടപ്പാക്കുന്നതിനും ആ നടപ്പാക്കുന്നതോടുകൂടി നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുമുള്ളൊരു സാഹചര്യം തെളിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യത്തെ നോക്കിക്കാണേണ്ടത് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയം എന്ന നിലയിൽ കൂടിയാണ്. ഭാരതം മുന്നോട്ട് വെച്ച നയതന്ത്ര ആശയങ്ങളെ, അല്ലെങ്കിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന നയതന്ത്ര തത്വങ്ങളെ മുഴുവൻ ലോകം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഒരു ശക്തമായ ഈ ഘട്ടത്തിൽ ഭാരതം വളരെ കൃത്യമായ ഒരു നിലപാട് നേരത്തെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു നിലപാട് മുന്നോട്ട് വെച്ചത്. ഏത് തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനവും യുദ്ധമായി കണക്കാക്കും എന്ന് ഭാരതം അതിശക്തമായ നിലപാടെടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമാണ്. പാകിസ്ഥാന് ഒരു തരത്തിലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങേയറ്റം വലിയ നാശനഷ്ടം ഇപ്പോൾ തന്നെ ആ രാജ്യത്തിന് സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ 26 നിരപരാധികളുടെ ജീവനെടുത്തപ്പോൾ നമ്മൾ കുറേ ദിവസം സംയമനം പാലിച്ചു. പക്ഷേ ആ സംയമനം വളരെ കൃത്യമായി നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകാനായിരുന്നു എന്നത് പിന്നീട് വ്യക്തമാക്കപ്പെട്ടു. അപ്പോഴും ഭാരതത്തെ ഇങ്ങനെ വലിയ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട്, സിവിലിയൻ മേഖലയിലടക്കം കടന്നു കയറിക്കൊണ്ട് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഈ നിമിഷം വരെ തയ്യാറാകുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വെടിനിർത്തൽ ധാരണ ഈ ഒരു ഘട്ടത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനമൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഭാരതം ഇക്കാര്യത്തിൽ നിലപാട് വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ സ്വാഭാവികമായും എന്ത് പറയുന്നു എന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണയുണ്ട്. കാരണം അവർക്ക് അവരുടെ മുഖം രക്ഷിക്കണം. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ഈ പടക്കം പൊട്ടിക്കുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. ഒരു തരത്തിലും ഭാരതത്തോട് ഏറ്റുമുട്ടാനുള്ള ഒരു ശേഷി പോലും സത്യത്തിൽ ഇന്ന് പാകിസ്ഥാനില്ല. എങ്ങനെ കാണണം ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നോക്കുമ്പോൾ എങ്ങനെ കാണണം ട്രംപിന്റെ പ്രസ്താവനയെ? നീലിമ, തീർച്ചയായും പാകിസ്ഥാൻ്റെ സുരക്ഷയെ തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിന് കൃത്യമായ സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായത്. അതായത്
നേരത്തെ നമുക്ക് ലഭ്യമായ സൂചനകളനുസരിച്ച് കൃത്യമായ നടപടിക്രമങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ നടപടിയുടെ ഭാഗമായി പാകിസ്ഥാൻ ഏതാണ്ട് തകർന്നുപോയ ഒരു അവസ്ഥയുണ്ടായി. അത് പാകിസ്ഥാൻ തന്നെ പാർലമെൻറ്റിൽ പോലും പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, അത്തരത്തിലുള്ള തുടർന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനെ ബാധിക്കുന്നൊരു വിഷയമായി ഇത് മാറുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് അന്തിമ ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ അവർ ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചത്. ആ കണ്ടെത്താൻ ശ്രമിച്ച വഴി ആണവായുധ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിക്കുക എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിക്കുക എന്ന സംഭവവികാസം ഉണ്ടായി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. എങ്കിൽ കൂടി അതിന് തൊട്ട് പിന്നാലെ പ്രതിരോധ മന്ത്രി പറയുന്നത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി അത്തരത്തിലൊരു ന്യൂക്ലിയർ യുദ്ധത്തിനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് തന്നെ ഈ സൂചനകൾ വ്യക്തമായിരുന്നു. അതായത് ഇതിനൊരു കൃത്യമായ മീഡിയേഷൻ നടക്കുന്നുണ്ട്, ആണവ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന കൃത്യമായ നിയന്ത്രണം. അതായത് ഏതെങ്കിലും സാഹചര്യവശാൽ പാകിസ്ഥാൻ ആണവ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ തീർച്ചയായും UN ചാർട്ടർ പ്രകാരം വലിയൊരു തെറ്റായിരിക്കും അത്. ആ തെറ്റിനെ എതിരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. സ്വാഭാവികമായും ഒരു ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഭാരതം പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു ആക്രമണത്തെ പോലും താങ്ങാൻ സാധിക്കാതിരുന്ന പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിനെ അതിശക്തമായ യുദ്ധത്തിലേക്ക് ഭാരതം നീങ്ങുകയും ഒരു ന്യൂക്ലിയർ വാറിൻ്റെ സാഹചര്യം ഉണ്ടായാൽ അതുപോലെ തന്നെ ഭാരതം ഒരു യുദ്ധസമാനമായ തിരിച്ചടി നടത്തുകയും ഭീകരതയെല്ലാം തന്നെ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വെച്ച് ആ ഊർജ്ജത്തോടെ തന്നെ തിരിച്ചടിക്കുകയും ചെയ്താൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ ഒരു ചിഹ്നം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് അത്രയും ഗൗരവതരമായൊരു നിസ്സഹായത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തങ്ങൾക്കെതിരെ തിരിയുമെന്ന കൃത്യമായ ബോധ്യമുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ചൈന പോലും ഈ നേരത്തെ നൽകിയ പിന്തുണ പിൻവലിച്ച് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദ അനുകൂല നിലപാടുകളെ അംഗീകരിക്കുന്നൊരു നീക്കം കൃത്യമായി നടത്തിയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നതും ഈ വെടിനിർത്തലിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകും. ഒരു രാത്രി മുഴുവൻ നടന്ന ചർച്ചകൾക്കൊടുവിൽ എന്ന് കൃത്യമായി പറയുമ്പോൾ മാർക്കോ റൂബിയോ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുമായി പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുമായും സംസാരിച്ചു എന്ന സൂചനകൾ വരുന്നുണ്ട്. അത്തരത്തിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നുമുള്ള നയതന്ത്ര പ്രതിനിധികളുമായി മാർക്കോ റൂബിയോയുടെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിശാലമായ രീതിയിലൊരു ചർച്ച നടന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയിരുന്നു. ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാനെയോ പാകിസ്ഥാൻ്റെ സൈനിക സംവിധാനങ്ങളെയോ ആ രാജ്യത്തെ സിവിലിയൻസിനെയോ അല്ല, മറിച്ച് ഭീകരരെ മാത്രമാണ് എന്ന് കൃത്യമായ നിലപാട് ഭാരതം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ നയത്തിൻ്റെ, അതായത് ഭാരതം മുന്നോട്ട് വെച്ച ഈ നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായത് നമ്മൾ കാർഗിൽ യുദ്ധവേളയിലാണ്. കാർഗിൽ യുദ്ധവേളയിലും ഇതുപോലെ നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാവുകയും പാകിസ്ഥാൻ അവസാന അത്താണി എന്ന നിലയിൽ അമേരിക്കയിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഓടിച്ചെല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും പാകിസ്ഥാൻ അമേരിക്കയുടെ ഇടപെടൽ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാകണം എന്നാണ് ഈ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ ആക്രമണം നടത്തുന്നു, ന്യൂക്ലിയർ വാർഫെയറിലേക്ക് പോകുമെന്ന ഒരു വില കുറഞ്ഞ ഭീഷണി പോലും അന്തിമഘട്ടത്തിൽ അവർക്ക് പ്രയോഗിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടാകുന്നു. ഭാരതവുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായും മറ്റു രാജ്യങ്ങളുമായും സൗദി അറേബ്യയും ഒക്കെ ചർച്ച ചെയ്തു എന്ന സൂചനകളും ഇപ്പോൾ നമുക്ക് ചില വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കൃത്യമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ട്വീറ്റ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്തിൽ ഇത്തരത്തിലൊരു ലേഖനം അല്ലെങ്കിൽ ഒരു കുറിപ്പ് അദ്ദേഹം എഴുതുകയും ചെയ്തത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായതും അടിയന്തരമായ സ്വഭാവമുള്ളതുമായ ഒരു വെടിനിർത്തലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സേനാ വിഭാഗങ്ങളുടെയും, അത് പാരാമിലിറ്ററി ആകട്ടെ, അതിർത്തിയിൽ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങളാകട്ടെ, ഇനിയൊരു വെടിവെച്ച ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ഒരു വെടിനിർത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ അതിനെ എങ്ങനെ പ്രതികരിക്കും, അതുപോലെ തന്നെ ആ പ്രതികരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരവസ്ഥ അല്ലെങ്കിൽ ഭാരതത്തിനെ തുടർന്നും ഈ വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകില്ലെന്ന ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് ഭാരതം എത്തിയിട്ടുണ്ടെന്ന് ഭാരതത്തിൻ്റെ സൈന്യത്തിന് പൂർണ്ണമായൊരു ബോധ്യം ഇപ്പോഴുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന ഈ
ഇനിയൊരു ആക്രമണം, ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്ന നിലപാട് തന്നെയാണ്. അതായത് അതിനർത്ഥം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലികമെങ്കിലും ഒരു പരിഹാരം തീർച്ചയായും വെടിനിർത്തലിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന സൂചന നേരത്തെ അത് പ്രധാനമന്ത്രിയുടെ ആ നിലപാട് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് ഒരു നിരീക്ഷണങ്ങൾ, അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായാലെന്ന് കൃത്യമായ നിലപാട് ഭാരതം എടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ കൂടി അമേരിക്ക അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താനുള്ള ഒരു മധ്യസ്ഥ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മാർക്കോ റൂബിയോയുടെ വലിയ ഇടപെടൽ ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇന്ന് രാവിലെയും അവിടെ പാകിസ്ഥാൻ അധികൃതരുമായി സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം പക്ഷേ ഇത്തരത്തിൽ വെടിനിർത്തലിനുള്ള ഒരു ധാരണ അവിടെ രൂപപ്പെട്ടു വരുന്നതായുള്ള ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി ഭാരതം നിലപാടെടുക്കുകയാണ്. ജയശങ്കറിൻ്റെതായി വന്ന ചില വാർത്തകൾ കണ്ടു നോക്കിയാൽ ഇന്നലെ IMFന്റെ ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ G7 രാജ്യങ്ങളെല്ലാം ഈ ഭീകര രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കൈകീട്ടി മാറിയിരിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങളെ ആരും ഭരിക്കാൻ വരേണ്ട എന്ന നിലപാട് വളരെ കൃത്യമായി ഭാരതം എടുത്തു. ജയശങ്കർ എടുത്തു. ഇന്നലെ IMFലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഭാരതത്തെ അങ്ങേയറ്റം മുറിപ്പെടുത്തുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതം കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരുന്നു. ഇവർക്കൊക്കെയും അറിയാം, അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി അറിയാം ഭാരതത്തെ പിണക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത്. ഭാരതം പഴയ ഭാരതമല്ല എന്ന് നമ്മൾ കുറേ കാലങ്ങളായി ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഉൾക്കൊണ്ടിട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അനുനയ ശ്രമങ്ങൾ അതിതീവ്രമാക്കുകയും ഇത്തരത്തിൽ ട്രംപിന്റെ ഒരു പ്രസ്താവന പുറത്തു വരികയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വിലയിരുത്താമോ ഐസൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ? തീർച്ചയായും നീലിമ, നമുക്ക് അറിയാവുന്നതാണ് ജയശങ്കറിൻ്റെ അനുഭവ സമ്പത്ത്, വലിയൊരു അനുഭവ സമ്പത്ത് വിദേശകാര്യ രംഗങ്ങളിലുള്ള ഒരു മഹത് വ്യക്തിയാണ് ജയശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളിൽ നിന്ന് നമുക്ക് പലതും വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അനുഭവ സമ്പത്തുള്ള വ്യക്തി ആ കാര്യത്തിൽ ഇടപെടുമ്പോൾ അതീവ അവധാനതയോടെ എന്നാൽ കാര്യക്ഷമമായതും സമഗ്രവുമായ കൃത്യവുമായ ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു. അതുതന്നെയാണ് ഈ നയതന്ത്ര വിജയത്തിന് പിന്നിലെ ഒരു ചിന്താശേഷിയുള്ള ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് തോട്ടിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം പൂർണ്ണ സമയത്തും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം, നയതന്ത്ര നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിശക്തമായ ആക്രമണം ഉണ്ടാവുകയും ഈ ശക്തമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ചില സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. മാർക്കോ റൂബിയോ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ സംസാരിക്കുന്നു. അത്ത രീതിയിലുള്ള അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ കൂടി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി നിരന്തരം ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ഭരണകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു, ജയശങ്കറുമായി സംസാരിച്ചു, ഒപ്പം തന്നെ ഷെഹബാസ് ഷെരീഫുമായി സംസാരിച്ചു, അസിം മാലിക്കുമായി സംസാരിച്ചു. അങ്ങനെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവരുമായി മാറി മാറി സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറുകൾക്കുള്ളിൽ നടന്നത് എന്നാണ് മാർക്കോ റൂബിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അതായത് കൃത്യമായ അനുനയ നീക്കങ്ങൾ കഴിഞ്ഞ 48 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.